അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ചെയ്ത തെറ്റിൻ്റെ മേൽ ഖേദിക്കുക, ഇനി ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കുക. ദോഷം ഒരു മനുഷ്യനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതിന് ഗീബത്ത്, കടം മുതലായ അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകുക തുടങ്ങിയ നിബന്ധനകളോട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. തന്നിമിത്തം പാപരഹിതമായ ശുദ്ധ ഹൃദയമായി സന്തോഷത്തോടുകൂടി നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും വിജയിയായി മരണം വരികയും ചെയ്യും. അതിനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറട്ടെ. അതിലൊരു പ്രാർത്ഥനയാണ് നിസ്കാരങ്ങൾക്ക് ശേഷം അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അതൂബു ഇലൈഹി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മറ്റുള്ളവയെ നിലനിർത്താനായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവനല്ലാതെ വേറെ ഒരാരാധ്യനുമില്ല. അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ യുദ്ധകളത്തിൽ നിന്നും പിന്തുടർന്നോടിയവനെയാണെങ്കിലും അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും. ഇൻഷാ അല്ലാഹ്.